എന്തൊക്കെയായിരുന്നു പുതിയ പാർട്ടി, DMK, മുഖ്യമന്ത്രിയെ രാജിവയ്പ്പിക്കൽ, ജാഥ, സമരം, പത്രസമ്മേളനം, അങ്ങനെ അൻവറിക്ക എന്ന വൻമരം വീണു. ഒരു സമയത്ത് കേരളത്തിലെ മുഴുവൻ മീഡിയയുടെയും കണ്ടന്റ് ദാരിദ്ര്യം തീർത്തു കൊടുത്ത ആ മഹാരഥനോട് അവർക്കുള്ള സ്നേഹം ചില്ലറയൊന്നുമല്ല. പക്ഷെ കൂട്ടത്തിലൊരു ടീമിന് കുറച്ചധികം സ്നേഹമായിരുന്നു. വേറെ ആരുമല്ല, നമ്മുടെ മൗദൂദി തന്നെ. മൗദൂദിക്ക് ആദ്യം അത് പോലീസിനെ നിലയ്ക്ക് നിർത്തുന്ന അൻവർ ആയിരുന്നു. പിന്നെ അൻവർ ഒറ്റയ്ക്കല്ല എന്നായി. അതായത് വിഷമിക്കേണ്ട അൻവർക്ക, ഇക്കാക്ക് ഞങ്ങളൊക്കെ ഇല്ലേ എന്ന്. അടുത്തത് അൻവറിന് കിട്ടിയ വലിയ ചാൻസ്. അൻവർ പിൻപറ്റുക DMKയുടെ ഐഡിയോളജി ? അൻവർ എന്ന ഫയർ ബ്രാൻഡ്, ഓ മാസ്, ഇറങ്ങിക്കളിക്കുന്ന അൻവർ 2.0. ഇതൊക്കെ ഇക്ക പൈസ കൊടുത്ത് PR ആയിട്ട് ജയിച്ചാണെന്ന് തോന്നുന്നു. പിന്നെ മിന്നൽ പിണറായി അൻവർ, മെറ്റഫർ. പിന്നെ അവസാന തോൽവി അൻവറിന് ആയിരിക്കില്ല, മിക്കവാറും മൗദൂദിക്കായിരിക്കുന്നതായിരിക്കും. ഇന്ന് ജയിച്ചത് അൻവർ. അടുത്തത് അൻവർ അറിയേണ്ട രാഷ്ട്രീയ പാഠങ്ങൾ. ഇവിടുന്ന് ആ ട്രാക്ക് മാറി. ഇത്രയും നേരം അൻവർ കില്ലാടിയും മാസും ഒക്കെ ആയിരുന്നു. ഇപ്പം അൻവർ അറിയേണ്ട എന്തൊക്കെയോ പാഠങ്ങൾ രാഷ്ട്രീയത്തിലുണ്ട് എന്നായി. അടുത്തത് അൻവറിനെ പിഴച്ചത് എവിടെ? അപ്പം പിഴച്ചു എന്ന് തുറന്ന് സമ്മതിച്ച്. അൻവറിന് എന്തിന് ഈ ബംഗാൾ പാർട്ടി? അതെ, എന്തിനാണ് ഇക്കാക്ക് ഈ ബംഗാൾ പാർട്ടി? ഇക്കാക്ക് ഞങ്ങളില്ല ഇക്ക, എന്താണിക്ക? ഇന്നായപ്പോൾ നിലമ്പൂർ MLA PV അൻവർ രാജിവെച്ചു. ശുഭം. എത്ര നാൾ ഇരുട്ടുമുറി ചർച്ച നടത്തിയതാണ്. ഇപ്പം ഇങ്ങ് ജമാഅത്തിലേക്ക് തൂക്കാന്ന് പറഞ്ഞ് എത്ര കിനാവ് കണ്ടതാണ്. ഈ തംനെയിൽ ചെയ്യിക്കാൻ വേണ്ടി ഗ്രാഫിക് ഡിസൈനർക്ക് കൊടുത്ത പൈസ നഷ്ടം. TMC ആണെങ്കിൽ കേരളത്തിലാകെയുള്ള ആളുകൾക്ക് പേര് പറഞ്ഞാൽ അറിയാവുന്ന നേതാവായിട്ട് കണക്കാക്കി പുള്ളിയെ സംസ്ഥാന കൺവീനറൊക്കെ ആക്കി. കയ്യും കലാശവും കാണിച്ച് കൂടെ കൂട്ടാം എന്ന പ്ലാനും തേഞ്ഞിപ്പോൾ. എന്തൊരു ഗതിയാണിത്. ശത്രുക്കൾക്ക് പോലും മൗദൂദിയുടെ ഗതി വരുത്തല്ലേ.